സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സഖറിയായോടുള്ള അറിയിപ്പിൻ്റെ അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാണ്. വചനിപ്പ് കാലം ശരിയായ അർത്ഥത്തിൽ ഇന്ന് ആരംഭിക്കുന്നു. എൽദാ പെരുന്നാളിന് അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തിരുന്നാളിന് നമ്മെ ഒരുക്കുന്ന വേദഭാഗങ്ങളാൽ സമ്പുഷ്ടമാണ് വചനിപ്പ് കാലത്തെ വായനകൾ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗം നമുക്ക് ശ്രവിക്കാം. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സഖറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാകുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെയേറെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സഖറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും നിന്നോട് സന്തോഷകരമായ ഈ വാർത്ത അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സഖറിയായെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സഖറിയായ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായി എന്നവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിക്കാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു. എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സുവിശേഷ ഭാഗം മാലാഖയുടെ പ്രത്യക്ഷപ്പെടലിന് മുൻപും പിൻപും എന്ന രീതിയിൽ നമുക്ക് വിഭജിക്കാം. അങ്ങനെയെങ്കിൽ ലൂക്കോസ് 1:5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ ഘടന ഇപ്രകാരമാണ്. സഖറിയായും എലിസബത്തും 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വിശ്വസ്തനായ പുരോഹിതൻ പക്ഷേ വന്ധ്യരായ ദമ്പതികൾ. സഖറിയായും ദേവാലയത്തിലെ ജനങ്ങളും 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ജനം, ദൈവഭക്തിയുള്ള ഭയമുള്ള പുരോഹിതൻ. സഖറിയായും ഗബ്രിയേൽ മാലാഖയും 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മാലാഖ സംസാരിക്കുന്നു, സഖറിയ അതിനോട് പ്രതികരിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട പുരോഹിതനായി കാണപ്പെടുന്നു. മാലാഖയുടെ പ്രതികരണം കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് അഹറോനെടുത്ത ആശീർവാദം നൽകാൻ കഴിയാതെ മൂകനായി പുറത്തേക്ക് വരുന്നതായ പുരോഹിതൻ. സഖറിയായും ദൈവാലയത്തിലെ ജനങ്ങളും 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അത്ഭുതപ്പെടുന്ന ജനം, ദർശനം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്ന ജനം.
സഖറിയായും എലിസബത്തും വീണ്ടും ആരംഭത്തിലെ പോലെ അവസാനം നമ്മളെത്തുന്നു. വാക്യങ്ങൾ 23 മുതൽ 25 വരെ. അപമാനം മാറുന്നു, ദൈവകടാക്ഷം ലഭിച്ച ദമ്പതികളാകുന്നു, ദൈവാനുഗ്രഹം ലഭിച്ച പുരോഹിതനാകുന്നു. കർത്താവിൽ പ്രിയരെ, യേശുവിൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കോസ് വിവരിക്കുന്നു. BC 37 മുതൽ 4 വരെ യൂദയ ഭരിച്ച ഹെരോദോസ് രാജാവിൻ്റെ കാലത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്ന് ലൂക്കോസ് പ്രതിപാദിക്കുന്നു. സംഭവങ്ങളുടെ ചരിത്രപരമായ പശ്ചാത്തലം ഇതിലൂടെ വ്യക്തമാകുന്നു. ഹെരോദേസിൻ്റെ ഭരണകാലം ഇസ്രായേലിന് രാഷ്ട്രീയമായും ആത്മീയമായും മതപരമായും ഇരുണ്ട കാലഘട്ടമായിരുന്നു. അതായത് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിക്കായി തിരഞ്ഞെടുത്ത സ്വീകാര്യമായ സമയം ഇസ്രായേൽ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു. ദൈവത്തിൻ്റെ നിശബ്ദതയുടെ കാലം കൂടിയായിരുന്നു ഇത്. മലാഖി പ്രവാചകൻ രക്ഷയുടെ പ്രതീകമായി ഏലിയായുടെ 2-ാം വരവ് വാഗ്ദാനം ചെയ്തതിന് ശേഷം മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 400 വർഷത്തേക്ക് ഇസ്രായേലിന് ദൈവത്തിൽ നിന്ന് ഒരു സുവാർത്തയും ലഭിച്ചില്ല. ആത്മീയ നേതാക്കളാകട്ടെ പൊള്ളയായ പാരമ്പര്യ അനുഷ്ഠാനത്തിലും അഴിമതിയിലും അധപ്പതിച്ചിരുന്നു. കാലഘട്ടം എത്ര തന്നെ ഇരുണ്ടതായാലും അർപ്പണബോധമുള്ള വ്യക്തികളുടെ സഹകരണത്തിലൂടെ ദൈവം താൻ വാഗ്ദാനം ചെയ്ത രക്ഷാകര പദ്ധതി കാലത്തിൻ്റെ പൂർണ്ണതയിൽ എങ്ങനെ നിറവേറ്റി എന്ന് ഈ വേദഭാഗത്തിലൂടെ ലൂക്കോസ് വിവരിക്കുന്നു. സഖറിയ ദേവാലയ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഈ ദൈവിക വെളിപാട് കാലത്തിൻ്റെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ യഥാകാലം സംഭവിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ അറിയിപ്പാണ്. മിശിഹായുടെ ആഗമനത്തിനായി ദൈവം അതിശയകരമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഈ സുവിശേഷ ഭാഗത്തിൽ ലൂക്കോസ് വിവരിക്കുന്നു. 1:20 കാണുന്ന കെയ്റോസ്, സമയം എന്നർത്ഥമുള്ള ഗ്രീക്ക് വാക്കിൻ്റെ ദൈവശാസ്ത്രത്തിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ക്രമാനുഗതമായ സമയത്തെ സൂചിപ്പിക്കുന്ന ക്രോണോസ് എന്ന് സാധാരണ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദത്തിന് പകരമായി കൃത്യമായ, യഥാകാലം, സ്വീകാര്യമായ സമയം, അനുയോജ്യമായ സമയം എന്നർത്ഥമുള്ള കെയ്റോസ് എന്ന പദം ഇവിടെ ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് അർത്ഥമാക്കുന്നത് ദൈവിക പദ്ധതിയിൽ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്നാണ്. സ്വീകാര്യമായ സമയത്ത് ദൈവം സഖറിയായുടെ മേൽ നറുക്കു വീഴ്ത്തി മിശിഹായ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവനെ കൊണ്ട് ദേവാലയത്തിൽ സമർപ്പിക്കുകയും സഖറിയായ്ക്കും എലിസബത്തിനും ലഭിക്കുന്ന പുത്രൻ യേശു മിശിഹായ്ക്ക് വഴിയൊരുക്കുന്നവനാണെന്ന് ഗബ്രിയേലിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ 400 വർഷത്തെ നിശബ്ദതയെ ഏറ്റവും മഹത്തായ ദൈവിക സന്ദേശമായി ദൈവദൂതൻ ഗബ്രിയേൽ ഭേദിക്കുന്നു. ഇങ്ങനെ സ്നാപകയോഹന്നാൻ്റെ ജനനം യഥാകാലം സംഭവിക്കുന്ന മിശിഹായുടെ വരവിലൂടെയുള്ള രക്ഷാകര സംഭവത്തിൻ്റെ ഭാഗമാണെന്ന് ലൂക്കോസ് തെളിയിക്കുന്നു. ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും താരതമ്യം അല്ലെങ്കിൽ പാരലലിസം എന്ന രചനാശൈലി ഉപയോഗിക്കുന്നുണ്ട്. ഈ വേദഭാഗത്തിൽ ഹെറോദോസിൻ്റെ തിന്മയുടെയും ചൂഷണത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും അനീതിയുടെയും പശ്ചാത്തലത്തിൽ സഖറിയായുടെയും എലിസബത്തിൻ്റെയും ദൈവവിശ്വാസവും നീതിബോധവും നന്മയും പ്രതിഷ്ഠിക്കുവാൻ ലൂക്കോസ് ആഗ്രഹിക്കുന്നു. ഹെറോദേസ് ദുഷ്ടനും അവർ നീതിഷ്ഠരുമായിരുന്നു. ഹെറോദേസ് ഒരു രാജാവും സഖറിയ ഒരു പുരോഹിതനുമായിരുന്നു. യൂദയായിലെ ഏറ്റവും ദുഷ്ടനായ ഒരു മനുഷ്യനിൽ നിന്ന് യൂദയായിലെ ഏറ്റവും ദൈവഭക്തരായ ദമ്പതികളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിലൂടെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരായിരിക്കുന്നതിൻ്റെ വ്യത്യാസവും പ്രാധാന്യവും ലൂക്കോസ് സൂചിപ്പിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ മാതാപിതാക്കളായ സഖറിയായും എലിസബത്തും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് നീതിപൂർവമായ ഒരു ജീവിതം നയിച്ചു എന്ന് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവർ മാനുഷിക നീതിബോധം അനുസരിച്ചോ മനുഷ്യരുടെ വീക്ഷണത്തിലോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ് നീതിഷ്ഠരായിരുന്നത്. വിശ്വാസത്യാഗികളായ ഒരു ജനതയുടെ നടുവിൽ സഖറിയായെയും എലിസബത്തിനെയും യഹൂദരിലെ യഥാർത്ഥ വിശ്വാസികളുടെ ഉദാഹരണങ്ങളായി ഇങ്ങനെ ലൂക്കോസ് അവതരിപ്പിക്കുന്നു. സഖറിയായും എലിസബത്തും പുരോഹിത ഗോത്രത്തിൽപ്പെട്ടവർ മാത്രമല്ല, അഹറോനുമായി അടുത്ത് ബന്ധമുള്ളവരുമാണ്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 24-ാം അധ്യായം 10-ാം വാക്യം, പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യങ്ങളിൽ ഇവ നമുക്ക് കാണാവുന്നതാണ്. ദൈവമുമ്പാകെയുള്ള അവരുടെ നീതിബോധവും നിയമാനുഷ്ഠാനവും സ്വഭാവ മഹിമയും
അവരുടെ ഗോത്ര മഹിമയെ മറികടക്കുന്നതാകുന്നുവെന്ന് ലൂക്കോസ് എന്നാൽ തൻ്റെ ഈ വേദഭാഗത്തിലൂടെ പ്രസ്താവിക്കുന്നു. പുത്രനില്ലെന്നുള്ള നിരാശ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് സക്രിയായെ തടയുന്നില്ല. ഈ യാഥാർത്ഥ്യം ശ്രദ്ധിക്കാതിരിക്കുക വളരെ എളുപ്പമാണ്. കുട്ടികൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അറിയാമെന്നിരുന്നതിനാൽ സങ്കീർത്തനം 127:3 ഒന്നുകിൽ കർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ കുറ്റപ്പെടുത്തുന്നതിന് സഖറിയായ്ക്ക് എളുപ്പവുമായിരുന്നു, അത് സ്വാഭാവികവുമായിരുന്നു. എന്നാൽ കർത്താവിന് ആരാധന അർപ്പിക്കുന്നതിലും കുറ്റമറ്റ ജീവിതം നയിക്കുന്നതിലും സഖറിയ അലസത കാട്ടിയില്ല. മറ്റുള്ളവർ എലിസബത്തിൻ്റെ വന്ധ്യതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴും തങ്ങൾക്ക് കുട്ടികളില്ലാത്തതിൻ്റെ ഉത്തരവാദിത്തം സഖറിയ ഏറ്റെടുക്കുകയാണ്. ഗാർ എയ്മി പ്രസ്ബുത്തേസ്, എന്നാൽ ഞാനൊരു വൃദ്ധനാണ് എന്ന് 1-ാം അധ്യായം 18-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വൈവിധ്യമാർന്ന പരീക്ഷണങ്ങളാൽ ജീവിതത്തിൻ്റെ പാളം തെറ്റുന്നതും ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതുമായ രീതി സാധാരണമായിരിക്കുമ്പോൾ സ്ഥിരോത്സാഹത്തോടെ വെല്ലുവിളികളെ തരണം ചെയ്തതിൻ്റെ ശക്തമായ ഒരു ഉദാഹരണം ലൂക്കോസ് ഇവിടെ അവതരിപ്പിക്കുന്നു. അങ്ങനെ കർത്താവിനോടുള്ള അചഞ്ചലമായ സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉദാഹരണമായി സഖറിയ നിലകൊള്ളുന്നു. ഈ വേദഭാഗം അവസാനിക്കുന്നത് തൻ്റെ അപമാനം നീക്കിയതിന് ദൈവത്തോട് സ്തുതിയും നന്ദിയും അർപ്പിക്കുന്ന എലിസബത്തിൻ്റെ വചനങ്ങളിൽ കൂടിയാണ്. അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട എലിസബത്ത്, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഗർഭധാരണം ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുകയും ദൈവിക പദ്ധതിയിലുള്ള അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് സഖറിയായെ അപേക്ഷിച്ച് വിവേകപൂർവമായി പ്രതികരിക്കുവാൻ അവളെ പ്രാപ്തയാക്കുകയും ചെയ്യുന്നു. ഞാൻ ഇത് എങ്ങനെ അറിയും എന്ന സഖറിയായുടെ 1-ാം അധ്യായം 18-ാം വാക്യത്തിലെ ചോദ്യത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിൻ്റെ ചോദ്യത്തോടെ വളരെ സാമ്യമുണ്ട്. ഉൽപ്പത്തി 15:8 കഥ തീ എങ്ങനെ എന്തുകൊണ്ട് എന്നത് അറിയുവാനുള്ള മാർഗമോ അടയാളമോ ആവശ്യപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ശക്തമായ ഒരു പദമാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ടവ തൂത്തോ, മാലാഖ സൂചിപ്പിച്ച 1-ാം അധ്യായം 17-ാം വാക്യം, മലാഖി പ്രവചിച്ച മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം, കർത്താവിൻ്റെ ദിവസം വരുന്നതിനു മുൻപ് ഏലിയ പ്രവാചകൻ്റെ ചൈതന്യത്തോടും ശക്തിയോടും ഒരുവൻ അയക്കപ്പെടുമെന്നത് തനിക്ക് ജനിക്കാൻ പോകുന്ന മകൻ തന്നെയാണെന്നുള്ളതിനുള്ള അടയാളമാണ് സഖറിയ ഇവിടെ ആവശ്യപ്പെടുന്നത്. സഖറിയായ്ക്ക് ഒരു അടയാളം ലഭിച്ചു: വാഗ്ദത്തം പൂർത്തിയാകുന്നതുവരെ മൂകനായിരിക്കുക. ഇതിനെ അവിശ്വാസത്തിനുള്ള ശിക്ഷ മാത്രമായി കാണേണ്ടതില്ല. അവൻ നിശബ്ദനായിരിക്കണം. വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം വരെ തൻ്റെ സംശയങ്ങൾ തന്നിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്തായ സ്തുതിക്കായി അവൻ്റെ വായ് തുറക്കപ്പെടും. സഖറിയായുടെ എതിർപ്പിനോടുള്ള ഗബ്രിയേൽ മാലാഖയുടെ പ്രതികരണവും ഇവിടെ ശ്രദ്ധേയമാണ്. കുട്ടിയുടെ ജനനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് സഖറിയ ഉന്നയിച്ച എതിർപ്പുകളോടോ ചോദ്യങ്ങളോടോ അല്ല ഗബ്രിയേൽ പ്രതികരിക്കുന്നത്. എന്നാൽ എന്തു പറയുവാനാണോ ദൂതൻ ദൈവത്താൽ അയക്കപ്പെട്ടത് അവൻ അതുമാത്രം പറഞ്ഞു എയ്പേൻ എന്ന് ലൂക്കോസ് വായനക്കാരോട് വിശദീകരിക്കുന്നു. ഗബ്രിയേലിൻ്റെ ഉത്തരം അവൻ്റെ ആധികാരികതയുടെ പ്രഖ്യാപനമായിരുന്നു. കാരണം ദൈവം നിശ്ചയിച്ചത് എന്താണെന്ന് അവനറിയാമായിരുന്നു. പക്ഷേ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ദൂതൻ തയ്യാറാകുന്നില്ല. തൻ്റെ ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കാൻ ദൈവം മുൻകൈ എടുക്കുമ്പോഴും അവന് മനുഷ്യൻ്റെ സഹകരണം ആവശ്യമാണ്. സഖറിയ വിശ്വസിക്കേണ്ടതായിരുന്നു, എന്നിട്ടും അവൻ വിശ്വസിച്ചില്ല. ഇത് അവൻ മൂകനാകുന്നതിൽ കലാശിച്ചു. 400 വർഷത്തെ ദൈവത്തിൻ്റെ മൗനത്തോട് സദൃശ്യമായി സ്വീകാര്യമായ ആ സമയത്തേക്ക്, തൻ്റെ പുത്രൻ യോഹന്നാൻ്റെ പേരിടൽ കർമ്മം നിർവഹിക്കുന്ന ആ സമയത്തേക്ക് സഖറിയായും മൂകനായി ഇരിക്കേണ്ടി വന്നു. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സഖറിയായുടെ നിശബ്ദത ഒരേ സമയത്ത് ശാസനയും ദൈവത്തിൻ്റെ ശക്തിയുടെയും അടയാളമാണ്. സഖറിയായുടെ ഈ മൗനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു ദർശനം നൽകുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വീഴ്ചകൾ സ്വാഭാവികമാണ്. എന്നാൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അവ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും തിരിച്ചു വരികയും വീണ്ടും മുന്നോട്ട് പോവുകയും ചെയ്യുക. റിഫ്ലക്റ്റ്, റിട്ടേൺ ആൻഡ് ദെൻ പ്രൊസീഡ്. എല്ലാ പെരുന്നാളിനും നമ്മെ ഒരുക്കാൻ പ്രാപ്തിയുള്ള സന്ദേശങ്ങൾ ഈ വേദഭാഗം നമുക്ക് നൽകുന്നു.
ഒന്നാമതായി, ദൈവം യഥാസമയത്ത് തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദ്രുതഗതിയിൽ പൂർത്തീകരിക്കപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു യുഗത്തിൽ കാത്തിരിപ്പിൻ്റെ, കെയ്റോസിൻ്റെ ഈ ദൈവശാസ്ത്രം ഉൾക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായി, മിശിഹായുടെ വരവിനായുള്ള തങ്ങളുടെ കാത്തിരിപ്പിൽ ആശയക്കുഴപ്പത്തിലായിരുന്നിട്ടും ഇസ്രായേൽ ജനം പ്രത്യാശ കൈവിടാതെ അവർ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ അർത്ഥവും ഉദ്ദേശവും സംബന്ധിച്ച് നമ്മളും ഇതുപോലെ ആശയക്കുഴപ്പത്തിലാകുകയും നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യാം. കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നാം നിരാശരും നഷ്ടധൈര്യരുമാകുന്നു. ഇവിടെ സഖറിയായും എലിസബത്തും നമുക്ക് മാതൃകകളാണ്. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടും അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരുന്നിട്ടും അവർ വിശ്വാസത്യാഗികളോ ദൈവവിരോധികളോ ആയിത്തീരുന്നില്ല. മൂന്നാമതായി, ദൈവം നമ്മെ സ്പർശിക്കുമ്പോൾ ഭയവും ആഹ്ലാദവും നാം ഒരുമിച്ച് അനുഭവിക്കുന്നു. മാലാഖ ഒരു മകൻ്റെ ജനനം അറിയിച്ചപ്പോൾ സഖറിയ ഭയചകിതനായി. ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തി തൻ്റെ വിളിയെക്കുറിച്ച് ഭയപ്പെടുന്നു. അപ്പോൾ ഒരുവൻ തൻ്റെ ബലഹീനത തിരിച്ചറിയുന്നു. ഒരുവൻ ദൈവത്തിൻ്റെ പദ്ധതിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോഴും തന്നിലൂടെ ദൈവം എന്ത് മഹത്തായ കാര്യങ്ങളാണ് നിവർത്തിയാക്കാൻ ഇരിക്കുന്നതെന്ന് അവൻ ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു. ഇത് സഖറിയായെ പോലെ ചില സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് ദൗത്യം സ്വീകരിക്കുന്ന വ്യക്തികളെ മൗനികളാക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ ഭയം സന്തോഷത്തിന് വഴിമാറുന്നു. അപ്പോൾ ഒരുവന് വീണ്ടും സംസാരിക്കാനും ആഹ്ലാദിക്കുവാനുമുള്ള മാനസിക അവസ്ഥ തിരികെ ലഭിക്കുന്നു. നാലാമതായി, തൻ്റെ ജനത്തിനായുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിലും സൗകര്യത്തിലും അധിഷ്ഠിതമല്ല. മറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ യോഗ്യതയിലാണ് അവ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനവും രക്ഷയും തിരഞ്ഞെടുത്ത ചിലർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ലോകത്തിന് മുഴുവനുമുള്ളതാണ്. സഖറിയായുടെയും എലിസബത്തിൻ്റെയും മകനായ യോഹന്നാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, അവൻ എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. പഴയ ഉടമ്പടിയുടെ അവസാന പ്രവാചകനായ അവൻ പുതിയ ഉടമ്പടിയിലെ മിശിഹായുടെ മുൻഗാമിയായി അങ്ങനെ മാറുന്നു. അഞ്ചാമതായി, ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാരിലൂടെ വരുന്ന ദൈവിക വെളിപാട് സ്വീകരിക്കുന്നവർക്ക് സംശയിച്ചത് നിരസിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിച്ച് സഹകരിക്കുകയോ ചെയ്യുക എന്ന രണ്ട് മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവിക നിയമങ്ങളും മാനുഷിക ഉത്തരവാദിത്വവും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ മനസ്സിലാക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. സഖറിയ അവിശ്വസിച്ചപ്പോൾ എലിസബത്ത് സന്തോഷത്തോടെ ദൈവിക പദ്ധതിക്ക് വിധേയപ്പെടുകയും ആഹ്ലാദത്തോടെ ഉദ്ഘോഷിക്കുകയും ചെയ്തു. സംസാരത്തിൻ്റെ ശക്തിയും നിശബ്ദതയുടെ ആന്തരികാർത്ഥവും ദൈവത്തിൻ്റെ പരമാധികാരത്തോടും പദ്ധതിയോടുമുള്ള മനുഷ്യൻ്റെ ക്രിയാത്മകമായ പ്രതികരണത്തിൻ്റെ പ്രധാന സവിശേഷതയാണെന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനാൽ സഖറിയായോടുള്ള അറിയിപ്പിൻ്റെ ഈ ഞായറാഴ്ച വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വിശ്വസ്തനായ കർത്താവിനോടുള്ള നമ്മുടെ വിശ്വാസത്തിലും വിശ്വസ്തതയിലും നമുക്ക് ഉറച്ചു നിൽക്കാം. അവൻ എമ്മാനുവേൽ നമ്മളിലേക്ക് വരുമ്പോൾ അവന് അനുയോജ്യരായി തീരുവാൻ നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.